ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻകുരു അരിയും വറുത്ത് നമുക്ക് കടലയൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാം എന്നത് നോക്കാം. അരി പൊട്ടി വരണം. നമ്മൾ അരിയുണ്ടയൊക്കെ ആക്കുമ്പോൾ അരി ഇതാക്കൂല, അതുപോലെ പൊട്ടി വരണം. നമുക്കിത് നല്ലോണം ഫസ്റ്റ് വറുത്തെടുക്കാം. എന്നിട്ട് മത്തൻ്റെ കുരു വറുക്കാം. നിങ്ങളെല്ലാം ആക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ഉമ്മ മത്തൻ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കുരു വറുത്ത് തരും. നമ്മൾ അടി കൂടും കുരുവിന് വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും മത്തൻ്റെ കുരു വറുത്ത് കഴിഞ്ഞാൽ. നിങ്ങളിതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പഴുത്ത മത്തൻ്റെ ആയിരിക്കണം. പഴുത്ത മൂത്ത മത്തനില്ലേ അതിൻ്റെ ആയിരിക്കണം. നമ്മൾ നടാനൊക്കെ വിത്തെടുക്കൂലേ അങ്ങനത്തെ മത്തനായിരിക്കണം. നല്ലോണം അരി ചൂടായി പൊരിഞ്ഞ് വരണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ആദ്യം ചട്ടിയിൽ കിടന്നിട്ട് പോകുന്നുണ്ട്. കുറേ അരി വേണ്ട, കുറച്ചരി. വെളിച്ചം കുറവാ, അതാ കേട്ടോ. നമ്മുടെ അരി പൊട്ടിക്കഴിഞ്ഞ് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇതും ഇങ്ങനെ പൊട്ടി വരും, കുറച്ച് കളറും മാറി വരും. ഇപ്പം തന്നെ വൈറ്റ് കളറൊക്കെ കുറച്ച് മാറി വന്ന് കാണുന്നില്ലേ. പിന്നെ ചെറുങ്ങനെ പൊട്ടി വരും കേട്ടോ. ചെറുങ്ങനെ പൊട്ടി വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. വേണ്ട, നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയിട്ടൊന്ന് മൂടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിയിട്ട് ഉള്ളിൽ തെറിച്ച് പോകും. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഉണ്ടാ പൊട്ടുന്ന ഒച്ച കേട്ടോ. പൊട്ടിക്കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മത്തൻകുരു പൊട്ടിക്കഴിഞ്ഞു. എൻ്റെ മത്തൻകുരു അരിയും വറുത്ത് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതാ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കണം കേട്ടോ. കാണാൻ നല്ല രസമില്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും രസമാണ്. ഇതാ അടിപൊളി.